ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഷോപ്പിയാനിൽ പോലീസിന്റെ പരിശോധന പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ അബ്ദുൾ റഷീദ് തന്നെ നൽകും. റഷീദ്, ഏതായാലും അടുത്ത ഒരു സ്ഫോടനം കൂടി നടന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ഇത്തരത്തിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്, ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനാകുന്നത്? ഈ ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായിട്ടുള്ള ഈ സ്ഫോടനത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ മേഖലയിൽ, പ്രത്യേകിച്ചും പുൽവാമ അടക്കമുള്ള മേഖലകളിൽ ATSന്റെ അടക്കമുള്ള പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഷോപ്പിയാനിലടക്കമുള്ള വിവിധ മേഖലകളിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെയും ഇത്തരത്തിൽ ഈ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഉണ്ടാകുന്നത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ജമ്മു കാശ്മീരിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഷോപ്പിയാൻ, അതോടൊപ്പം തന്നെ കുപ്വാര അടക്കമുള്ള മേഖലകളിൽ ATSന്റെയും അതോടൊപ്പം ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രത്യേക സംഘത്തിന്റെയും അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബോംബ് സ്ക്വാഡ് അടക്കമുള്ള ആളുകൾ വീടുകൾ കയറിയും അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിലൊക്കെ തന്നെയും പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരവിരുദ്ധ ഓപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ജമ്മു കാശ്മീർ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ജമ്മു കാശ്മീർ ഡോക്ടറുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ATS അടക്കമുള്ള സംഘങ്ങൾ ഇതിനോടകം ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉമറിന്റെ മാതാവിനെയും അതോടൊപ്പം സഹോദരിമാരെയൊക്കെ തന്നെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ ഇത്തരത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് തിരച്ചിലുകൾ ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സിജു, ശരി. അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കാർ ഡീലറെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ സേനയുടെ ഓപ്പറേഷൻ നടക്കുകയും ചെയ്യുന്നു. ഷോപ്പിയാനിൽ പോലീസിന്റെ പരിശോധന പുരോഗമിക്കുന്നു.